ഹായ് കീം 2024ന്റെ റാങ്ക് ലിസ്റ്റ് പ്രോസസ്സിലേക്ക് വരികയാണ്. സോ റാങ്ക് ലിസ്റ്റ് പ്രോസസ്സിന് മുമ്പായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ മാർക്ക് സബ്മിഷൻ ആണ്, അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. സോ റാങ്ക് ലിസ്റ്റ് നമുക്ക് അതിലൂടെ നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്ക് ഏത് കോളേജസിലേക്കുള്ള ചാൻസുകളാണെന്നുള്ള കൂടുതൽ അറിയാൻ സാധിക്കും. വേരിയേഷൻസ് ഉണ്ടാവാം, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വേരിയേഷൻസ് ഉണ്ടാവാം. എന്നാൽ പോലും കോളേജുകളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചുമുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. കീം കാൻഡിഡേറ്റ് പോർട്ടൽ 2023 നിങ്ങൾ വെബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2023 കീമിന്റെ വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിലേക്ക് കയറുമ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പ്രോസ്പെക്ട്സ് സിലബസ് എന്നുള്ള രീതിയിൽ കാണും. അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുക്കാം. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് കോളേജുകളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചുമുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അവബോധം നിങ്ങൾക്ക് കിട്ടും. സോ ഈ വീഡിയോ നമ്മൾ നേരത്തെ CS ചെയ്ത പോലെ തന്നെ ട്രിപ്പിളി ഈസി ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ബേസിൽ നമ്മൾ കോളേജുകളെ ഒന്ന് സോർട്ട് ചെയ്യാണ്. അതിന്റെ ബേസിൽ നിങ്ങൾക്ക് കോളേജുകളെ ചൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നായിരിക്കും ഇത്. ശരിക്കും ഇത് ലാസ്റ്റ് റാങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്കിന്റെ ബേസിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ കയറിയ കോളേജുകളുടെ ഓർഡറിലാണ് ശരിക്കും നമ്മൾ ഈ ഒരു ലിസ്റ്റ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു കോളേജ് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുമ്പം അവിടെയുള്ള അലൂമിനീസിനോടോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവരായിട്ടോ നിർബന്ധമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ആ കോളേജിൽ അക്കാഡമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക്സിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും എല്ലാം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോളേജിൽ തന്നെ മാക്സിമം എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അലൂമിനീസിനോടും അതേപോലെ ഫ്രണ്ട്സിനോട് കോൺടാക്ട് ചെയ്യുക. അവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റീസിനെ കുറിച്ചും ലാബ് ഫെസിലിറ്റീസിനെ കുറിച്ചുമുള്ള കാര്യങ്ങളടക്കം വ്യക്തമായി, അതിപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് റാങ്കിന്റെ ഓർഡർ പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ നോക്കാൻ ശ്രമിക്കണം. സോ നമുക്ക് ഫസ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് CS കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ട് വന്നൊരു കോഴ്സും ഇപ്പോഴത്തെ നിലവിൽ ഇപ്പം നമ്മൾ NITs IITs പോയാൽ പോലും വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സുമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ആക്ച്വലി ഇപ്പം നിങ്ങൾ +2 നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു ഹിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്ററിൽ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഹയർ വെർഷൻസ് ആണ് നിങ്ങൾ അവിടെ കൂടുതലായിട്ടും പഠിക്കുക, പ്ലസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ്. അപ്പം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ഒരു സ്വിച്ചിങ്ങും അതേപോലെ തന്നെ VLSI എംബഡഡ് സിസ്റ്റം പോലുള്ള ഫീൽഡുകളിലേക്കുള്ള ഒരു സ്വിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പം അത് നിങ്ങൾ ആ ബ്രാഞ്ചിനെ കുറിച്ചും കാര്യമായി ഒന്ന് ഡിഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചൂസ് ചെയ്യാം. കേരളത്തിൽ നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസും കോസ്റ്റ് ഷെയറിംഗ് കോളേജസിലും പ്രൈവറ്റ് കോളേജസിലും കുറച്ച് ചെറിയ ലാസ്റ്റ് റാങ്കിൽ കട്ട് ഓഫ് ആയ കോളേജുകളുടെ ഓർഡർ ഇങ്ങനെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോപ്പർലി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചാണ് പറയുന്നത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫീസ് 8,000 അടുത്ത് വരുന്ന ഫീസ് വളരെ കുറവുള്ള കോളേജസ് ആണ്. അപ്പോൾ നമുക്ക് ECയുടെ ബേസിൽ കോളേജസിനെ റാങ്ക് ചെയ്താൽ ഫസ്റ്റ് ഓഫ് കോഴ്സ് CET ട്രിവാൻഡ്രം ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരാണ്. തേർഡ് TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം. ഫോർത്തിലുള്ളത് ശരിക്കും ബാട്ടൺ ഹിൽസ് ട്രിവാൻഡ്രത്തുള്ള സെക്കൻഡ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽസ് ആണ്. ഫിഫ്തിൽ MA കോളേജ് കോതമംഗലമാണ്. 6th രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. 7th NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. 8th ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. 9th കോഴിക്കോടും ആൻഡ് ഫൈനലി 10th ശ്രീകൃഷ്ണപുരവുമാണുള്ളത്. അതിനുശേഷമാണ് ഇടുക്കിയും വയനാട് എഞ്ചിനീയറിംഗ് കോളേജസ് വരുന്നത്. ഇത് ജനറൽ മെറിറ്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പ്രകാരം ഒരു 8,400 അടുത്തായിരുന്നു റാങ്ക് വന്നത്. ഈ വർഷം അതിൽ വേരിയേഷൻസ് വരാൻ ഓഫ് കോഴ്സ് സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഓർഡർ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഓരോ കോളേജസിലെയും കട്ട് ഓഫിന്റെ ഒരു ഐഡിയ ഏകദേശം നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ്. കോസ്റ്റ് ഷെയറിംഗിൽ കുറെ നിരവധി കോളേജസ് ഉണ്ട്. എന്നാൽ പോലും ടോപ്പിൽ വന്ന 3 കോളേജസ് പറയാം. ഒന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് തൃക്കാക്കര. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിനോട് അതായത് ഏകദേശം ഒരു 3rd 4th പൊസിഷൻ വരുന്ന കമ്പയറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളത്. സോ MECയിൽ ആക്ച്വലി 4,000 ആയിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അതേപോലെ ശ്രീ ചിത്തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട് ട്രിവാൻഡ്രം. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. പിന്നെ ആ ഒരു ഓർഡറിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് വന്നിട്ടുണ്ട്. സിമിലർലി നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കിയാൽ മുത്തൂട്ട്, രാജഗിരി, അതേപോലെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അങ്കമാലി, ഇങ്ങനെ കുറച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ലാസ്റ്റ് റാങ്കിന്റെ ബേസിൽ വരെ സോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കിയാൽ PDF എടുത്ത് നോക്കിയാൽ നിരവധി കോളേജുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫിനനുസരിച്ച് ഒരു കോളേജ് ഏതാണോ വരുന്നത് നോക്കുമ്പോൾ ആ കോളേജിന്റെ പെർഫോമൻസ് നിർബന്ധമായി അനലൈസ് ചെയ്തതിന് ശേഷം നെറ്റിലൊക്കെ നോക്കി KTന്റെ വെബ്സൈറ്റിലൊക്കെ നോക്കി സ്കോറും റാങ്കിങ്ങും ഒക്കെ നോക്കിയതിനൊക്കെ ശേഷം മാക്സിമം എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് ഓർഡറിൽ കൊടുക്കാൻ ശ്രമിക്കുക.
നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ കോറാണ്, ഇറ്റ്സ് വൺ ഓഫ് ദ കോർ സബ്ജക്ട്സ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഫിസിക്സിൽ അതിൻ്റെയും ഒരു ഹിന്റ് നിങ്ങൾക്ക് +2 നിന്ന് കിട്ടുന്നുണ്ട്. +2 നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുണ്ടാവും. കറണ്ട് ഇലക്ട്രിസിറ്റിൻ്റെയൊക്കെ മാഗ്നറ്റിസം പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ചും കൂടെ അൾട്രാ ബേസിൽ നിന്ന് കയറി വരുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അവിടെ നിങ്ങൾ നമ്മളിപ്പം കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ തിയറം, സർക്യൂട്ട് സോൾവിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് നിങ്ങൾ മെയിൻലി പഠിക്കുക. സർക്യൂട്ട് സോൾവിംഗ്, പവർ സിസ്റ്റംസ്, കൺട്രോൾ സിസ്റ്റംസ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷീനറീസിനെ കുറിച്ച് പഠിക്കും, ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചും, അതുപോലെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്, അങ്ങനെ കുറച്ച് സിലബസുകളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക്സിൻ്റെ കോമ്പിനേഷനും കൂടെയാണ് ട്രിപ്പിളിയിൽ വരുന്നത്. ട്രിപ്പിളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ CET ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ്. സെക്കൻഡ് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. തേർഡ് TKM കൊല്ലമാണ്. അതിനുശേഷം ബാട്ടൺ ഹിൽസ് വന്നിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണപുരം വന്നിട്ടുണ്ട്. 6th MA കോളേജ് കോതമംഗലം. 7th രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. 8th ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. ആൻഡ് ഫൈനലി NSS കോളേജ് പാലക്കാടും. അതിനുശേഷം ഇടുക്കിയും വയനാട് എന്നുള്ള രീതിയിലാണ് ഓർഡർ. കോസ്റ്റ് ഷെയറിംഗ് കോളേജിലേക്ക് വന്നാൽ ഓഫ് കോഴ്സ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം SCT പാപ്പനംകോട്, പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ഈ ഒരു ഓർഡറിലാണ് ബാക്കി പോകുന്നത്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. രാജഗിരി, അതുപോലെ മുത്തൂട്ട്, ഇങ്ങനെ ഒരു ഓർഡറിൽ ഒരു ഫോളോ അപ്പ് ആണ് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക, നിങ്ങളതനുസരിച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. കെമിക്കൽ എഞ്ചിനീയറിംഗിന് പ്ലേസ്മെന്റ് സാധ്യതകൾ കമ്പാരിറ്റീവ്ലി അത് എന്താണ് ഇപ്പം ഇതൊക്കെ നോക്കുമ്പം ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാൽ പോലും കേരളത്തിൽ നിലവിൽ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അത്യാവശ്യം അതിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫീൽഡിൽ ഇപ്പം ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിലൊക്കെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ജോബൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അറിയാമല്ലോ, അപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഹോളി കെമിസ്ട്രി അല്ല, എന്ന് വെച്ചാൽ കെമിസ്ട്രിയുടെ ഫണ്ടമെന്റൽസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, റിയാക്ഷൻസും കോമ്പൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ മെഷീനറി, ഇൻഡസ്ട്രിയൽ മെഷീനറീസുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഹേബർ പ്രോസസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ് വെർഷൻ, മീൻസ് നിങ്ങൾ കുറച്ച് ബേസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും മാത്തമാറ്റിക്സിന് നിർബന്ധിത സബ്ജക്ട്സ് ആണെന്ന് അറിയാം. സോ മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ശരിക്കും ഈ ഒരു കാലയളവിൽ. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫർ ചെയ്യുന്നത് 3 കോളേജസ് ആണ്. ഒന്ന് തൃശ്ശൂരാണ്. ഓഫ് കോഴ്സ് തൃശ്ശൂരിലാണ് ടോപ്പായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോസ്റ്റ് ഉള്ളതും കേരളത്തിൽ. സോ തൃശ്ശൂരുണ്ട്. പിന്നെ TKM കൊല്ലത്തും, മറ്റൊന്ന് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജസിലുമാണ്. ഓർഡർ പറഞ്ഞത് ഇത് തന്നെയാണ് ശരിക്കും. ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തൃശ്ശൂരാണ്, അതിനുശേഷം TKMഉം, അതിനുശേഷം കോഴിക്കോടുമാണ് ലാസ്റ്റ് റാങ്കിൻ്റെ ബേസിൽ കട്ട് ഓഫ് ആയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 10,000-ൽ താഴെയായിരുന്നു ജനറൽ മെറിറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ വർഷം വേരിയേഷൻസ് ഉണ്ടാവാം, എന്നാലും ആ ഒരു ഓർഡർ അറിഞ്ഞിരിക്കുക. പിന്നെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്നാൽ ഒരു 6 പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ കെയർഫുള്ളായിട്ട് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് വിളിച്ചന്വേഷിച്ച ശേഷം അറിഞ്ഞതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അതാണ് നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ CS പറഞ്ഞു. ഇപ്പോൾ EC, ട്രിപ്പിളി, CH കെമിക്കൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാഞ്ചിനെ കുറിച്ച് പ്രത്യേകമൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉടനെ റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റാങ്ക് റേഞ്ച് ഒക്കെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ കോളേജൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെയും ഈ പറഞ്ഞ പോലെ 3rd അലോട്ട്മെന്റ് 4th അലോട്ട്മെന്റിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് ഈ പറഞ്ഞ കുറേ പേരൊക്കെ ചിലപ്പം റിപ്പീറ്റിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സീറ്റുകൾ വേരിയേഷൻസ് മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി വരുന്ന അലോട്ട്മെന്റിൽ ഹോപ്പ് ചെയ്യാം. എന്തായാലും റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും +2 മാർക്കൊക്കെ പ്രോപ്പറായിട്ടൊക്കെ എൻ്റർ ചെയ്ത് സബ്മിഷനൊക്കെ നടത്തി റെഡി ആയിട്ടിരിക്കുക. സോ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. സ്റ്റേ ട്യൂൺ. ഓൾ ദി വെരി ബെസ്റ്റ്.